ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അയാൾ സ്വന്തം ആഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും വെടിഞ്ഞ് ദിനംതോറും തൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ജീവിക്കണം എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിലെ ചിന്തകളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ അധ്യായങ്ങളിലും നാം വായിക്കുന്നത് ഒരു പ്രയോഗമാണ് കൃപ എന്നുള്ളത്. അതിന് പത്രോസ് വിശേഷിപ്പിക്കുന്നത് സത്യകൃപ എന്നുള്ളതാണ്. യൂദയുടെ ലേഖനത്തിൽ ഈ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയെ പാപം ചെയ്യുന്നതിനുള്ള ഒരു ലൈസൻസായി ദൈവജനം അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു രീതി നിലവിലിരുന്ന സാഹചര്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസ് ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രചോദിതനായിട്ട് സത്യകൃപയിൽ നിലനിൽക്കണമെന്നുള്ള വിഷയം ഈ ലേഖനത്തിലൂടെ തൻ്റെ അനുവാചകരെ ഓർപ്പിച്ചുണർത്തുന്നതാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലേഖനം സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ പ്രത്യേകതകൾ ആയി ചിന്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ പ്രത്യേകതകളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ 1-ാം അധ്യായം നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചു. അതിൽ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വളരുന്നവരായിരിക്കും എന്നുള്ളതാണ്. വളരുന്നവരാണ് എന്നുള്ള ചിന്തയാണ് നാം ചിന്തിച്ചത്. എങ്ങനെ അത് സാധിക്കും? 3 കാര്യങ്ങളാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 2-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. 1, നീക്കിക്കളയുന്നതിലൂടെ അത് സാധിക്കും. 2, വാഞ്ചിക്കുന്നതിലൂടെ അത് സാധിക്കും. 3, രുചിച്ചറിയുന്നതിലൂടെ അത് സാധിക്കുമെന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇന്ന് കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ദൈവജനത്തിന് നൽകിയിരിക്കുന്ന പദവികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടുള്ള അനുബന്ധിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുമാണ് നാം വായിക്കുമ്പോൾ ആ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ ഒരു പാഠം അതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അവർ തിരിച്ചറിവുള്ളവരാണ്. എന്താ തിരിച്ചറിയുന്നത്? ആ 10 കൂട്ടം കാര്യങ്ങൾ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത ഈ ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ തിരിച്ചറിവുള്ളവരാണ്. എന്താണ് തിരിച്ചറിയുന്നത്? 1-ാമത്തെ ആശയം എന്ന് പറയുന്നത് 4-ാമത്തെ വാക്യത്തിലാണ്. 4-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. ഈ പ്രയോഗമാണ് ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചത്. അവൻ്റെ അടുക്കൽ വന്നിട്ട്. അപ്പോൾ നാം തിരിച്ചറിയേണ്ട 1-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നാം അവൻ്റെ അടുക്കൽ വന്നവരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ്റെ അടുക്കൽ വന്നവരാണ്. ഇവിടെ അടുക്കൽ വന്നിട്ട് എന്നുള്ള മലയാള പ്രയോഗത്തിൽ നിന്ന് നാം അതിൻ്റെ മൂലഭാഷയിലേക്കുള്ള ആശയം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം: രക്ഷയ്ക്കായി ഒരിക്കൽ നാം അവൻ്റെ അടുക്കൽ വന്നു, എന്നാൽ ദിനംതോറും അവൻ തരുന്ന കൃപയ്ക്കായി നാം അവൻ്റെ അടുക്കൽ വന്നുകൊണ്ടേയിരിക്കേണ്ടവരാണ് എന്ന ധ്വനിയാണ് മൂലഭാഷയിൽ അടുക്കൽ വന്നിട്ട് എന്നുള്ള ക്രിയാപദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ വരിക എന്നുള്ള വിളിയുടെ ആഹ്വാനം തിരുവെഴുത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറയുന്നു. മാത്രമല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്:
ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരുമായുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരിക എന്നുള്ള ആഹ്വാനം തിരുവഴുത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും നാം വായിക്കുന്നത് അങ്ങനെയാണ്, അവൻ്റെ അടുക്കൽ വന്നിട്ട്. നമുക്ക് തിരുവഴുത്തിൽ നാം വായിക്കുന്നത് മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, പാപനിമിത്തം ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ, സമീപസ്ഥരാകുവാൻ നമുക്ക് സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ കൃപയാൽ ദൈവത്തിൻ്റെ ഈ വിളിയോട് ശരിയായി പ്രതികരിക്കുവാൻ കാലാകാലങ്ങളിൽ നമുക്കിടയായിട്ട് തീർന്നത് കൊണ്ട് അവൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഇവിടെ ആരുടെ അടുക്കലാണ് വന്നിരിക്കുന്നത് എന്നുള്ള വിശേഷണം നാം ആ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. അപ്പോൾ ആരുടെ അടുക്കൽ വരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഇവിടെ തന്നിരിക്കുന്നത്? ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ. അങ്ങനെ നാം ആ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റു രീതിയിൽ പറഞ്ഞാൽ മനുഷ്യർ വേണ്ട എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞ കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കൽ. മാത്രമല്ല, നാം അവിടെ വായിക്കുന്നത് ദൈവസന്നിധി ശ്രേഷ്ഠം എന്നുള്ളതിനെ തിരഞ്ഞെടുത്ത എന്നുള്ള ആശയമാണുള്ളത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കല്ലായ ക്രിസ്തുവിൻ്റെ അരികിൽ. മാത്രമല്ല, ഇവിടെ മാന്യം എന്നുള്ളതിനെ പ്രഷ്യസ് എന്നാണ് നാം ഇംഗ്ലീഷിൽ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം വിലയേറിയവനായി കണ്ട ക്രിസ്തു എന്ന കല്ല്, അല്ലെങ്കിൽ വിലയേറിയ കല്ലിൻ്റെ അടുക്കലാണ് നമുക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഒരു കാലത്ത് ഒരിക്കലും കടന്നു വരുവാൻ സാധിക്കാത്ത ഈ ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിലേക്ക് കൃപയാൽ കടന്നു വരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നാം പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ തിരിച്ചറിവുള്ളവരാണ്. എന്താ തിരിച്ചറിവ്? ഒന്നാമത്തെ തിരിച്ചറിവ്, നാം അവൻ്റെ അടുക്കൽ വന്നവരാണ്, അനുദിനം വന്നുകൊണ്ടേയിരിക്കേണ്ടവരാണ് എന്നുള്ള ആശയമാണ് നാം തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നാം പാട്ടുകളൊക്കെ ഇവിടെ വന്നിരുന്ന് പാടാറുണ്ട്. അങ്ങനെ പാടുമ്പോൾ നാം അവൻ്റെ അടുക്കലിരിക്കുന്നു എന്നുള്ള ആ ആസ്വാദ്യത അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? നാം പലപ്പോഴും പാടാറുണ്ട്, നാം അവനിലാണ്, അവൻ നമ്മിലാണെന്നൊക്കെ. ശരിക്കും അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അങ്ങനെ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ശരിയായ തിരിച്ചറിവുള്ളവരാണ് നാം, സത്യകൃപയിൽ നിലനിൽക്കുന്നവരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് അടുത്ത പാഠത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് അതിൻ്റെ 5-ാം വാക്യത്തിലാണ്. 5-ാം വാക്യം നമുക്ക് വായിക്കാം. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു. ഈ 5-ാം വാക്യത്തിൽ ഒരുപാട് സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നാം തിരിച്ചറിയേണ്ട, സത്യകൃപയിൽ നിലനിൽക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു പ്രത്യേകത മാത്രമാണ് നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ദൈവസഭയെ ആത്മീക ഗൃഹമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവസഭ എന്നുള്ള പ്രയോഗമല്ല പത്രോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ തൻ്റെ നാഥൻ നേരിട്ട് പറഞ്ഞ ആശയം തൻ്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. എന്താ തൻ്റെ ഗുരുനാഥൻ തന്നോട് പറഞ്ഞത്? പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാനാകുന്ന ക്രിസ്തുവാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ സഭയെ പണിയും എന്ന് പറയുമ്പോൾ സഭ = ഒരു ആത്മീക ഗൃഹം. ആ ചിന്തയായിരിക്കാം പത്രോസിൻ്റെ മനധാരിൽ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം സഭയെ ഒരു ആത്മീക ഗൃഹത്തോട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ എന്താ തിരിച്ചറിയേണ്ടത്? എന്താ പത്രോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നാം അവിടെ വായിക്കുന്ന ഒരു പദപ്രയോഗമാണ് വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു. വിശുദ്ധ പുരോഹിത വർഗം. ആ പ്രയോഗത്തിൽ നിന്നാണ് രണ്ടാമത്തെ പാഠം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ തിരിച്ചറിവ്, നാം പ്രവേശനം ലഭിച്ചവരാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? ആ പുരോഹിത വർഗം എന്ന് നോക്കിയാൽ മതി. പഴയ നിയമ കാലഘട്ടത്തിൽ ചുരുക്കം ചിലർക്ക് മാത്രം ആസ്വദിക്കുവാൻ കഴിയുന്ന ഈ അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് ഇന്ന് കൃപയാൽ
വളരെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ദോഷികളായ ഏവർക്കും കൃപയാൽ അവൻ്റെ രക്തം മൂലം ലഭിച്ച ആ വലിയ പ്രവേശന മുഖാന്തരം ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഈ പ്രവൃത്തി ഇന്ന് ഏതൊരു പാപിക്കും ക്രിസ്തു മൂലം സാധിക്കും എന്നുള്ള സത്യം നമുക്കവിടെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ തിരിച്ചറിവ്, അവനെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള പ്രവേശനം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ പുരോഹിത വർഗം അവർ ചെയ്യേണ്ട കാര്യം നാം വായിക്കുന്നത് ദൈവത്തിനു പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുക. പഴയ നിയമത്തിൽ അത് എത്രമാത്രം സ്ട്രഗിൾ എടുത്ത് ചുരുക്കം ചിലർക്ക് മാത്രം സാധിച്ചിരുന്നത് ഏവർക്കും സാധ്യമാകുന്ന രീതിയിലേക്ക് ക്രിസ്തു മുഖാന്തരം സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിശുദ്ധനായ ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള വലിയ പ്രവേശനം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വിശുദ്ധ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ അവരുടെ ശുശ്രൂഷ എത്രമാത്രം വലുതാണ്, അത് ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ഭക്തൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം, അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 8-ാം അധ്യായം, പുറപ്പാട് 28-29, ലേവ്യ പുസ്തകം 8-9, അതുപോലെ തന്നെ മലാക്കി 2. ഈ പുസ്തകങ്ങൾ നാം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 28-29 അധ്യായങ്ങളിൽ മോശയ്ക്ക് പുരോഹിത ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള പ്രമാണങ്ങൾ നൽകപ്പെടുന്നതാണ്, ചരിത്രമാണ് നാം വായിക്കുന്നത്. ലേവ്യ പുസ്തകം 8-9 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ചരിത്രമാണ് നാം വായിക്കുന്നത്. മലാക്കി പ്രവചനത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ മലീമസമായ രീതിയിൽ ദൈവം എന്തുദ്ദേശത്തോടു കൂടെ ശുശ്രൂഷ പുരോഹിതവർഗം ചെയ്യേണ്ടതിനായിട്ട് കൊടുത്തുവോ അതിലവർ പരാജയപ്പെട്ട ഒരു ചിത്രമാണ് നാം വായിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ആ എഴുത്തുകാരൻ 10 കാര്യങ്ങളാണ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാനെല്ലാം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ വിശുദ്ധ പുരോഹിത വർഗം അഥവാ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പ്രവേശനം ലഭിച്ച ഞാനും നിങ്ങളും പാലിക്കേണ്ട, ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആ 10 കാര്യങ്ങൾ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഞാൻ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം 28-1 എടുത്ത് വായിക്കണമെന്നില്ല. നാം അവിടെ വായിക്കുന്നത് ഈ വിശുദ്ധ പുരോഹിത വർഗം അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാകണം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകണം. പുതിയ നിയമത്തിലും ആ സത്യം കർത്താവ് താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് തന്നെയാണ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നിയമിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാകണം ഈ ശുശ്രൂഷ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സത്യമായിട്ട് നമുക്ക് ഓർക്കാൻ സാധിക്കും. രണ്ടാമത്, അവർ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ലേവ്യ പുസ്തകം 8-6, 15, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പുറപ്പാട് 28-42 ദൈവത്താൽ ധരിക്കപ്പെട്ടവരാണ്. നാം പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ആ നിലയിൽ പല കാര്യങ്ങൾ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവം എത്രമാത്രം നിലവാരം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ ആശയം ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചത് എന്താ തിരിച്ചറിയേണ്ടത്? പ്രവേശനം ലഭിച്ചവരാണ് എന്നുള്ളതാണ്. പ്രവേശനം ലഭിച്ചവരാണ്. ഇത് പറയുമ്പോൾ പഴയ നിയമത്തിലെ ചില ചരിത്ര സംഭവങ്ങൾ ഈ പ്രമാണത്തിൻ്റെ, ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം തിരിച്ചറിയാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ബുദ്ധിപദേശത്തിനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 26-16 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഉസിയ രാജാവിൻ്റെ ചരിത്രമാണ് നാം അവിടെ വായിക്കുന്നത്. ഉസിയ രാജാവിൻ്റെ ചരിത്രം നാം അവിടെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു.
മാത്രമല്ല അതിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയി കേൾക്കുക, ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതായിട്ട് കാണുന്നു. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവൻ്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയ രാജാവിനെ തടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം, ഉസിയ രാജശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ദൈവം ഏൽപ്പിച്ചത്. അവിടെ പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് അസര്യ പുരോഹിതനുണ്ട്. എന്നാൽ ഇവിടെ ഉസിയ രാജാവ് ബലവാനായപ്പോൾ ചെയ്ത കാര്യം, അവൻ്റെ നാശത്തിനായിട്ട് നിഗളിക്കുകയും അവൻ രാജശുശ്രൂഷയോടൊപ്പം പുരോഹിത ശുശ്രൂഷയിലേക്കും കൈകൾ നീട്ടുകയാണ്. തത്സമയം ദൈവം അവിടെ ശിക്ഷിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ നാം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് അവനോട് ധൈര്യത്തോടെ പറയാൻ അസര്യ പുരോഹിതനും ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളത് എത്രയോ അതിശയകരമായ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒരു രാജ്യത്തിലെ സകല അധികാരവുമുള്ള രാജാവിൻ്റെ മുഖത്ത് നോക്കി ദൈവം ചെയ്ത ശുശ്രൂഷ മാത്രമേ ദൈവം തന്ന ശുശ്രൂഷ മാത്രമേ ചെയ്യാവൂ എന്നുള്ളത് ധീരതയോടുകൂടെ പറയാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് വലിയൊരു മുന്നറിയിപ്പായിട്ട് ഇരിക്കുകയാണ്. കർത്താവ് തന്ന ശുശ്രൂഷ, ആ ഉറപ്പും നിശ്ചയവുമുള്ളത് ധൈര്യത്തോടെ ചെയ്യുക. അതല്ലാതെ മറ്റുള്ള ശുശ്രൂഷകളിലേക്ക് കൈവയ്ക്കാൻ ശ്രമിക്കുന്നത്, ദൈവം നമ്മെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷകളിലേക്ക് കൈവയ്ക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ് എന്നുള്ളത് ഈ കൃപായുഗത്തിലും അന്വർത്ഥമാണ് എന്നുള്ളത് ഉസിയ രാജാവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 12-ഉം 14-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ശൗലിനും ഇതിന് സമാനമായ കാര്യം സംഭവിച്ചത് നാം വായിക്കുന്നുണ്ട്. ഫെലിസ്ത്യർ ശൗലിൻ്റെ ചരിത്രം ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും, ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിൻ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ശൗലിൻ്റെ ചരിത്രം നമുക്ക് അറിവുള്ളതാണ്. ശൗലിനും രാജശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചത്. പക്ഷേ പ്രവാചകനായ പുരോഹിതനായ ശമൂവേൽ ചെയ്യേണ്ട ശുശ്രൂഷ ശൗൽ ധൈര്യപ്പെട്ട് ചെയ്യാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിന് അവന് മാനുഷിക ഭയം ഒരു കെണിയായിട്ട് തീർന്നു. അതിൻ്റെ പരിണിത ഫലം വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാ ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്? തിരുവഴുത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനാണ്. വിശുദ്ധ പുരോഹിത വർഗമാക്കി നമ്മെ ദൈവം തീർത്തിരിക്കുകയാണ്. ആ രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ച് അവനെ ശുശ്രൂഷിക്കുന്നവരാക്കി നമ്മെ തീർത്തു. നമ്മെ ഏൽപ്പിച്ച കാര്യം കൃത്യമായി ചെയ്യാനായിട്ട് നാം ശ്രമിക്കുക. നമ്മെ ഏൽപ്പിക്കാത്ത കാര്യങ്ങളിൽ, നമുക്ക് ഉറപ്പും നിശ്ചയമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് കീഴിലാകാനായിട്ട് ഇടയായിട്ട് തീരരുത് എന്നുള്ള മുന്നറിയിപ്പ് ആണ് നമുക്ക് ഈ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. 2 പാഠങ്ങൾ നാം ചിന്തിച്ചു. എന്താ നാം തിരിച്ചറിയേണ്ടത്? അടുക്കൽ വന്നവരാണ്, ദിനംതോറും അത് ആസ്വദിച്ചു കൊണ്ടിരിക്കണം. രണ്ടാമത്, നാം പ്രവേശനം ലഭിച്ചവരാണ്. ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ പ്രിവിലേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ ചരിത്ര സംഭവത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അത് ഗൗരവത്തോടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 6-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. 6-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. അവൻ ശ്രേഷ്ഠനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, മാന്യനാണ്, പ്രഷ്യസാണ്, വിലയേറിയവനാണ്. ആ വിലയേറിയ മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ, അവനിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. അതായത് അവൻ്റെ അടുക്കൽ വരുന്നവൻ സുരക്ഷിതനാണ്. അപ്പോൾ അടുത്ത പാഠം എന്ന് പറയുന്നത് ഇതാണ്: സത്യകൃപയിൽ നിലനിൽക്കുന്നവർ
തിരിച്ചറിയണം. എന്താ തിരിച്ചറിയേണ്ടത്? ഈ 6-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയിൽ, ആ മൂലക്കല്ലിൻ്റെ അടുക്കിലേക്ക് വരുന്നവൻ അവൻ സുരക്ഷിതനാണ് എന്നുള്ള പാഠമാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ മൂലക്കല്ല് അല്ലെങ്കിൽ പാറ എന്നുള്ള പ്രയോഗം ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് പഴയ നിയമത്തിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാറ എന്നുള്ള ആ പ്രയോഗം, ഒരു കല്ല് അല്ലെങ്കിൽ പാറ എന്ന് പറയുമ്പോൾ അത് ജീവനില്ല എങ്കിൽ തന്നെയും അതിന് ചില സവിശേഷതകൾ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുമായി നമുക്ക് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. പൊതുവേ പാറ തിരുവെഴുത്തിൽ ഉറപ്പിനെയും സ്ഥിരതയെയും സുരക്ഷിതത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ഥിരതയെയും ഉറപ്പിനെയും സുരക്ഷിതത്വത്തെയും സൂചിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ട് പാറയെ തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെടുത്ത് വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല, നമുക്ക് കോമൺ ആയിട്ട് പൊതുവെ അറിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം പാറയാണ് എന്ന് പറയുമ്പോൾ ആ ഉറപ്പുള്ള ഗോപുരത്തിലേക്ക് നമുക്ക് എപ്പോഴും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ച ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ പൗലോസിനുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. 276 ആളുകളുമായി റോമിലേക്കുള്ള തൻ്റെ ഒടുവിലത്തെ യാത്രയിൽ ഈശാനമൂലൻ കാറ്റടിച്ചു. ആ ഈശാനമൂലൻ കാറ്റടിച്ചപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാവരും പതറിപ്പോയി, പാറിപ്പോയി, അവരൊക്കെ പരിഭ്രമിച്ചു പോയി, ചിതറിപ്പോയി. വളരെയധികം പരിതാപകരമായ അവസ്ഥയിൽ അവരുടെ ജീവൻ നശിച്ചു പോകുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നാം പൗലോസിനെ നോക്കുമ്പോൾ അവിടെ മനോഹരമായൊരു പ്രയോഗം ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ നടുവിൽ നിന്നു എന്നുള്ളതാണ്. ഈ പാറിപ്പോകുന്ന പതറിപ്പോകുന്ന ആ കാറ്റിൻ്റെ മധ്യത്തിൽ, കൊടും കടലിൽ ഇളകി മറിയുന്ന തിരമാലകളുടെ മീതെ ഉറച്ചു നിൽക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസിന് സാധിച്ചത് ഈ പാറയിൽ അവൻ അടിസ്ഥാനം പെട്ടവനായിരുന്നു എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും ധൈര്യപ്പെടുവാനായിട്ട് ഈ പാറയിൽ നമുക്ക് അഭയം പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഉന്നതമായ അറിവ് തനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കപ്പലുടമസ്ഥൻ അവൻ്റെ ധനത്തിന് ആ ഉറപ്പ് നൽകാൻ സാധിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന കപ്പിത്താൻ അവൻ്റെ കഴിവിന് ആ ഉറപ്പ് നൽകാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇവരിൽ ആർക്കും നൽകാൻ സാധിക്കാത്ത ഉറപ്പും നിശ്ചയവും ക്രിസ്തുവിൽ കണ്ടെത്തുവാൻ അപ്പോസ്തലനായ പൗലോസിന് സാധിച്ചതുകൊണ്ട് നാം അവിടെ ദൈവാത്മാവ് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന പദം ഇപ്രകാരമാണ്: അവൻ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ചിത്രം നാം വായിക്കുന്നുണ്ട്. അതെ, ഈ ഭാഗത്ത് നമുക്കുള്ള ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് ഈ പാറയിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണ്. അഗ്നിശോധനയ്ക്ക് സമാനമായ പരീക്ഷകളാണ് ഈ പത്രോസ് അനുവാചകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു സങ്കേതം, ഒരു ഗോപുരം ക്രിസ്തുവിലുണ്ട്. ഒരു കാലത്ത് കുഴഞ്ഞ ചേറ്റിലും ആഴമുള്ള കുഴിയിലും നിങ്ങൾ കിടന്നവരായിരുന്നു. എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടിസ്ഥാനം ഉറപ്പുള്ളതായതിനാൽ എത്ര പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടാലും പാറിപ്പോകുവാൻ, പതറിപ്പോകുവാൻ, ആശയറ്റുപോകുവാൻ ഇടയാകാതെ അവിടെ ഉറച്ചു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ ഉദ്ധരണിയായിട്ടാണ് നാം ഈ പ്രയോഗങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു. അതുപോലെ തന്നെ 7-ാം വാക്യത്തിലും നാം അത് കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിലുള്ള ഉദ്ധരണികളാണ് നാം അവിടെ കാണുന്നത്. യെശയ്യാ പ്രവചനത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ പശ്ചാത്തലം നാം ചിന്തിച്ചാൽ, ദൈവജനം വീഞ്ഞു കുടിച്ച് ഭൗതിക അലങ്കാരങ്ങളിൽ ആനന്ദിച്ച് ദൈവത്തേക്കാൾ അന്യ ദൈവങ്ങളെ സ്നേഹിച്ച് സേവിച്ച് മുന്നോട്ട് പോയൊരു കാലമാണ്. അപ്പോൾ പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ എഴുന്നേറ്റ് അവരോട് അവരുടെ പാപത്തെക്കുറിച്ചും അതിന് വരുന്ന ന്യായവിധിയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയപ്പോൾ ദൈവിക മുന്നറിയിപ്പുകളുടെ മുൻപാകെ തങ്ങളെ തന്നെ താഴ്ത്തുവാൻ മനസ്സില്ലാതെ ആ ദൈവജനം പ്രതികരിച്ച വിധമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവർ ദൈവത്തിൻ്റെ
ശബ്ദത്തിന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവർ വ്യാജത്തിൽ ബോസ്കിനെ ആശ്രയിച്ച് പോയ ചരിത്രം നാം അവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിപരീത താരതമ്യമാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ നേരെ വരുന്നു എന്നുള്ള പ്രവാചക ശബ്ദത്തിന് മുൻപിൽ അവർ ദൈവമുമ്പാകെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ, ഈ പാറയിൽ ശരണപ്പെടാതെ, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാതെ അവർ ചെയ്ത കാര്യം, അവർ വ്യാജത്തിൽ ബോസ്കിനെ ആശ്രയിച്ച് ജാതികളായ ദൈവങ്ങളുടെ ഇടയിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക് തിരിയാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ പാറയിൽ, ഈ മൂലക്കല്ലിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട്. ആ തിരിച്ചറിവ് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുമെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് മറ്റൊരു തിരിച്ചറിവ് 7-8 അധ്യായങ്ങളിൽ 7-8 വാക്യങ്ങളിൽ 7-8 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. നമ്മൾ അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കാൽ ഇടറിപ്പോകുന്നു എന്നുള്ളതാണ്. അവർ വചനമനുസരിക്കാൽ ഇടറിപ്പോകുന്നു. അപ്പോൾ 4ാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് സ്നേഹമുള്ളവരാണ്, സ്നേഹിക്കേണ്ടവരാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് നാം ഈ 7-8 വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാം? അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 21, 15, 21, 23, 24 വാക്യങ്ങൾ. 15, 21, 23, 24 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് 24-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേത് എത്രയെന്ന് ഉത്തരം പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ആ പ്രസ്താവന ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരാണ്, സ്നേഹിക്കേണ്ടവരാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വരുന്നത്. എന്താ 14-24 വായിക്കുന്നത്? എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. എന്താ നാം 8-ാം വാക്യത്തിൽ വായിച്ചത്? അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു എന്നുള്ളതാണ്. അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു. അപ്പോൾ വചനം അനുസരിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അപ്പോൾ സ്നേഹിക്കുന്നവരോ അവർ വചനം അനുസരിക്കുമെന്നുള്ളത് തൊട്ടുമുകളിലുള്ള ഭാഗത്ത് നാം കാണുന്നുണ്ട്. അപ്പോൾ സ്നേഹമില്ലായ്മയാണ്, ഒരു വിപരീത താരതമ്യമാണ് നാം ഇവിടെ കാണുന്നത്. അതിൻ്റെ ക്രിയാത്മകമായ വശമാണ് നാം തിരിച്ചറിയേണ്ടതായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. സ്നേഹമുള്ളവരാണ്, സ്നേഹിക്കേണ്ടവരാണ് എന്നുള്ള കാര്യം. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 9-ാമത്തെ വാക്യത്തിൽ 5-ാമതായിട്ട് നാം തിരിച്ചറിയേണ്ട കാര്യം നാം അവിടെ വായിക്കുന്നു. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: അതിനവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഒരുപാട് ആത്മീക സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നതും പലപ്പോഴും നാം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതുമായിട്ടുള്ള വേദഭാഗമാണ്, വാക്യമാണ് 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. അതിൽ 1-ാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത് അതാണ് 5-ാമത്തെ കുറിപ്പായിട്ട് എടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, നാം തിരിച്ചറിയേണ്ടത് എന്താണ്? നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഏതുമില്ലാതിരുന്ന നമ്മെ അവൻ അവനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്നുള്ളത്, അത് അവനായി തിരഞ്ഞെടുത്തു, അവനെ സ്വന്തമായി തിരഞ്ഞെടുത്തു എന്നുള്ള ആശയമാണ് അവിടെ വരുന്നത്. പുറപ്പാട് പുസ്തകം 19-ന്റെ 5ഉം 6ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 19-ന്റെ 5ഉം 6ഉം നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. അപ്പോൾ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകുന്നു. മാത്രമല്ല 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: പ്രത്യേക സമ്പത്തായിരിക്കും സകല ജാതികളിലും വെച്ച്. അപ്പോൾ ദൈവം അവരൊരു പ്രത്യേക ജാതിയായിട്ട് തിരഞ്ഞെടുത്ത ചിത്രമാണ് നാം ഇവിടെ വായിക്കുന്നത്. ആ ദൈവത്തിന് ഒരു ശ്രേഷ്ഠ ജാതിയായിട്ട് അവർ അറിയപ്പെട്ടിരുന്നു. എന്നാൽ
അവർ അതിൽ പരാജയപ്പെട്ടു. ദൈവം അവരെ വലിയൊരു പദവി ഏതുമില്ലാതിരുന്നിട്ടും, പ്രത്യേകിച്ച് ഒരു സവിശേഷത ഇല്ലാതിരുന്നിട്ടും ദൈവം തൻ്റെ പരമാധികാരത്താൽ അവരെ തെരഞ്ഞെടുത്തു. എന്നാൽ അവരെ തെരഞ്ഞെടുത്തെങ്കിലും അവനുമായിട്ടുള്ള, നമ്മവിടെ വായിക്കുന്നത് 5-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചുവോ, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ അതിൽ അവർക്ക് നിലനിൽക്കാനായിട്ട് സാധിച്ചില്ല. എന്ന് വെച്ചാൽ അവരെ തെരഞ്ഞെടുത്തത് നിരന്തരമായ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കാനാണ്. കേവലം ദൈവമേ നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ, ഏതുമില്ലാതിരുന്ന എന്നെ തെരഞ്ഞെടുത്തല്ലോ, സ്തോത്രം പറഞ്ഞിരിക്കാൻ മാത്രമല്ല, അവർക്ക് രാജകീയമായ ന്യായപ്രമാണം കൊടുത്തു. ആ പ്രമാണം പാലിച്ച്, ആ പ്രമാണം കേട്ട് അനുസരിച്ച് ജീവിക്കാനായിട്ടാണ് അവരെ പ്രത്യേക ജാതിയായിട്ട് അവരെ തിരഞ്ഞെടുത്തത്. എന്നാൽ അവർ അതിൽ പരാജയപ്പെട്ടു. എന്നാൽ കൃപയാൽ നമുക്ക് ആ ഭാഗ്യം ലഭിച്ചു. എന്നാൽ അവരെ പോലെ പരാജയപ്പെടാനുള്ള സാധ്യത നമുക്കുണ്ട്. എന്നാൽ അവരെ പോലെ ഉള്ള അപകടങ്ങളിലേക്ക് പോകാതെ നിരന്തരമായി അവനുമായി കൂട്ടായ്മ ബന്ധം ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരേണ്ടതാണ്. അങ്ങനെ കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു ശീലം അനുദിന ജീവിതത്തിൽ നമ്മളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഇത്തരണത്തിൽ നല്ലതാണ്. 6ാമത്തെ ആശയം എന്ന് പറയും, നാം തിരിച്ചറിയേണ്ട 6ാമത്തെ പാഠം എന്ന് പറയുന്നത് 9-ാം വാക്യത്തിൽ തന്നെയുണ്ട്. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും. പുരോഹിത വർഗത്തെക്കുറിച്ച് നാം 5-ാമത്തെ വാക്യത്തിൽ ചിന്തിച്ചതാണ്. എന്നാൽ ആ പുരോഹിത വർഗത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സവിശേഷത, ഒരു വിശേഷ പ്രയോഗം നാം ഈ 9-ാം വാക്യത്തിൽ കാണുന്നു. രാജകീയ പുരോഹിതവർഗം എന്നുള്ളതാണ്. രാജകീയ പുരോഹിതവർഗം. അപ്പോൾ അത് രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും, എന്താ തിരിച്ചറിയേണ്ടത്? നാം വാഴുവാനുള്ളവരാണ് എന്ന് തിരിച്ചറിയണം. രാജകീയമായ ആ പ്രയോഗം, ആ വിശേഷണമാണ് ഈ സത്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നാം വാഴുവാനുള്ളവരാണ്. എന്താ ആ സത്യത്തിന് ഇത്രമാത്രം തിരിച്ചറിയാനായിട്ട് അതിലുള്ളത്? തിരിച്ചറിയാനായിട്ടുണ്ട്. തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വരുമ്പോഴാണ്, അതും ഇതുമായി ചേർത്ത് ബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം അവനോട് കൂടെ വാഴും എന്ന് തിരുവെഴുത്തിൽ പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജവിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് പറയുന്ന, പ്രിയ മകനെ തിമോഥെയോസേ, ഇപ്പോഴൊക്കെ സ്ട്രഗിളും പ്രയാസങ്ങളും നിനക്കുണ്ടെങ്കിലും നാം വാഴുവാൻ പോകുന്ന രാജാക്കന്മാരാണ് എന്നുള്ളത്. എന്താ പൗലോസ് തിമോഥെയോസിനോട് അത് പറയാൻ കാരണം? അത് പറയാനുള്ള കാരണമെന്ന് പറയാം, അതാണ് തിരിച്ചറിയാനായിട്ട് നാം ഇടയായിട്ട് തീരേണ്ടത്. എന്താണെന്നറിയാമോ? അന്ന് നമ്മൾ വാഴും. ആ വാഴ്ച ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രാജകീയ പുരോഹിതവർഗം, അതിലെ രാജകീയമായ എന്നുള്ള പദം ഈ ആശയം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം വാഴും, അവനോടുകൂടെ വാഴും, 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. തിരുവെഴുത്ത് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20:6 അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആ വാഴ്ചയ്ക്കുള്ളവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ആ വാഴ്ചയുടെ നിലവാരം ഇന്നാണ് നിശ്ചയിക്കപ്പെടുന്നത്. അത് നാം തിരിച്ചറിയണമെന്നാണ് ഈ വാഴുവാനുള്ളവരാണ് എന്നുള്ള പാഠത്തിൽ നിന്ന് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും അവനു വേണ്ടി നാം കൊടുക്കുന്ന വിലയുടെയും അടിസ്ഥാനത്തിലാണ് ആ വാഴ്ചയിൽ നമുക്കുള്ള നിലവാരം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും ആവശ്യമാണ്. 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം അവിടെ വായിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും എന്നാണ്. വിശുദ്ധ വംശം. അപ്പോൾ വിശുദ്ധം എന്നുള്ളത് ദൈവത്തിനായി വേർതിരിക്കപ്പെടുക എന്നുള്ള ആശയമാണ് എപ്പോഴും തിരുവെഴുത്തിലുള്ളത്. വിശുദ്ധം എന്നുള്ളതിന് ഒരു സെപ്പറേഷൻ എന്നുള്ള ആശയമാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വംശം എന്നുള്ളത് ആ വംശാവലിയുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ വേർപെട്ടവരാണ് എന്ന് നാം തിരിച്ചറിയണമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ വംശം എന്ന് പറയുമ്പോൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്, വേർപെട്ടവരാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും.
ഉണ്ടാകണം. നമുക്കറിയാം, നാം 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 ആദാമ്യ വംശത്തിൽപ്പെട്ടവരാണ്, ആദാമ്യ വംശാവലിയിൽപ്പെട്ടവരാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ആദാമിൻ്റെ വംശാവലിയിൽപ്പെട്ട നാം ഇന്ന് ദൈവത്തിൻ്റെ ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിൻ്റെ വംശാവലിയിൽപ്പെട്ടവരായിട്ട് തീരാനിടയായിട്ട് തീരും. വിശുദ്ധ വംശമായി, വിശുദ്ധൻ്റെ വംശത്തിൽ പെടാനായിട്ടുള്ള വലിയ ഭാഗ്യം കൃപയാൽ നമുക്ക് ലഭിച്ചു എന്നുള്ളത്, അതത്ര വലിയ പദവിയാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കണം, നാം തിരിച്ചറിയണം എന്നാണ് അവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. 7ാമത് നാം തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, നാം വേർപെട്ടവരാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. 8ാമതായിട്ട് നാം അവിടെ വായിക്കുന്നത് 9-ാം വാക്യത്തിൽ തന്നെ വിശുദ്ധ വംശവും സ്വന്ത ജനവും എന്നുള്ള പദമാണ്, സ്വന്ത ജനം. അപ്പോൾ നാം തിരിച്ചറിയേണ്ട മറ്റൊരു പാഠം, 8ാമത്തെ പാഠം എന്ന് പറയുന്നത് സ്വന്തമായവരാണ് എന്നുള്ള തിരിച്ചറിവ്. പ്രിയമുള്ളവരെ, ഈ കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുന്ന ഈ അനുവാചകർ, അവരോട് പത്രോസ് ഈ കാര്യം പറയുമ്പോൾ അവർക്ക് എന്തുമാത്രം ആശ്വാസവും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇന്ന് പീഡകളിലൂടെ കടന്നു പോകുന്നെങ്കിലും ഞങ്ങൾ ദൈവത്തിന് സ്വന്തമാണ്. ഇത് അവർക്ക് വളരെ ആശ്വാസവും ധൈര്യവും നൽകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം ലൂക്കോസ് ഇതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച്, അപ്പോൾ നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് സ്വന്തം രക്തമാണ് അവൻ ചിന്താനിടയായിട്ട് തീർന്നത്. ആ രക്തത്തിൻ്റെ വില നാം ഇവിടെ വായിക്കുന്നുണ്ട്, വിലയേറിയ രക്തമാണ്. അതിനെ തുലനം ചെയ്യാനായിട്ട് ഈ ലോകത്തിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾക്കൊന്നിനാലും സാധിക്കുകയില്ല എന്നുള്ളത് ഓൾറെഡി പത്രോസ് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് 1-ാമത്തെ അധ്യായത്തിൽ. തുടർന്നാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ സ്വന്തമായവരാണ്, തിരിച്ചറിയണം. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണ്. എന്നാൽ നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ്, നിങ്ങൾ ദൈവത്തിന് സ്വന്തമാണ്. വലിയ വില കൊടുത്തിട്ടാണ് ദൈവം നിങ്ങളെ സ്വന്തമാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുക, പതറിപ്പോകേണ്ടതായിട്ട് ആവശ്യമില്ല, സത്യകൃപയിൽ നിലനിൽക്കുക എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം നാം തിരിച്ചറിയേണ്ടത്, അവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്, 9-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം. അവിടെയുള്ള ഒരു ക്രിയാപദം നാം ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു, ഘോഷിക്കുക. അപ്പോൾ നാം ഘോഷിക്കുന്നവരാണ്, ഘോഷിക്കേണ്ടവരാണ് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ് അവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ആരാണ് ഘോഷിക്കേണ്ടതെന്നും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. അങ്ങനെയെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവർ ആരാണോ അവരാണ് ഘോഷിക്കേണ്ടത് എന്നാണ്. എന്താണ് ഘോഷിക്കേണ്ടതെന്നും ആ വാചകത്തിൽ നിന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അവൻ്റെ സൽഗുണങ്ങളാണ് ഘോഷിക്കേണ്ടത്, അവൻ്റെ സൽഗുണങ്ങളാണ് ഘോഷിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ സൽഗുണങ്ങൾ നമുക്ക് ഘോഷിക്കുവാനായിട്ട് സാധിക്കുക? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഈ സൽഗുണങ്ങൾ ഘോഷിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്കറിയാം, ചന്ദനം ചാരിയാൽ ചന്ദനം തട്ടിയാൽ ചന്ദനം മണക്കുമെന്ന് നാം പറയുന്നത് പോലെ നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ നിരന്തരമായ കൂട്ടായ്മ, നിരന്തരമായ സംസർഗം. നമുക്കറിയാം, ഈ പാപജടത്തിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷേ ദൈവം സത്യസന്ധത ഇഷ്ടപ്പെടുന്നു. നാം ദൈവം മുമ്പാകെ സത്യസന്ധരാണെങ്കിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും, അത് എൻജോയ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ ഗുണങ്ങൾ നമ്മിലേക്ക് പകരപ്പെടും. ആ ഗുണങ്ങൾ നമ്മിലേക്ക് പകരപ്പെടുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട്, അത് ഘോഷിക്കാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും നമുക്ക് അത് സാധിക്കുന്നില്ല. കേവലം സുവിശേഷം അറിയിക്കണം എന്നുള്ള കൽപ്പനയുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ നാം ഇറങ്ങി പുറപ്പെടുകയാണ്. എന്നാൽ അതിന് പിറകിൽ ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റി നാം വിസ്മരിച്ചു പോവുകയാണ്. പക്ഷെ പലപ്പോഴും അത് പറയുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേര്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം കർത്താവിനെക്കുറിച്ച് പറയണം,
പക്ഷേ പറയാനായിട്ട് സൽഗുണങ്ങളെക്കുറിച്ച് നാം ആദ്യം അറിയണം. എന്നാൽ എല്ലാ സൽഗുണങ്ങളും തികഞ്ഞവരായിട്ട് പറയുക എന്നുള്ള ആശയമല്ല ഇവിടെയുള്ളത്. അതിനുള്ളൊരു വാഞ്ചയെങ്കിലും ഉണ്ടാകണം. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ സൽഗുണത്തിന് പകരം ദുർഗുണങ്ങൾ വമിക്കുന്നവരായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമാണ്. എന്നാൽ കർത്താവ് തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നിലവാരം ഈ സൽഗുണങ്ങൾ നിറഞ്ഞവരായി. കർത്താവ്, നമ്മുടെ ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്ന അവൻ സൽഗുണസമ്പൂർണനാണ്. ആ ഗുണങ്ങൾ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അനുദിന ജീവിതത്തിൽ നാം പകർത്തുകയും അങ്ങനെ പകർത്തുമ്പോൾ നാം പോകുന്ന വഴികളിൽ ഈ സൗരഭ്യത്തിൻ്റെ, ആ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്നവരായിട്ട് തീരണം. അങ്ങനെ ഘോഷിക്കുക എന്നുള്ള ആശയമാണ് തിരുവഴുത്തിലുള്ളത്. അതല്ലാതെ കൽപ്പനയുണ്ട്, അതുകൊണ്ട് എങ്ങനെയും ജീവിച്ച് ഞാനിത് ചെയ്യും എന്നുള്ളത് വളരെ അപകടകരമായൊരു കാര്യമാണ്. ഉസിയാവിൻ്റെ ചരിത്രവും ശൗലിൻ്റെ ചരിത്രവും നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിലും ദൃഷ്ടാന്തമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഒടുവിലായിട്ട് നാം അവിടെ വായിക്കുന്നത് 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം, കരുണ ലഭിക്കാത്തവരായിരുന്നു, കരുണ ഇപ്പോൾ ലഭിച്ചു. അപ്പോൾ കരുണ ലഭിച്ചവരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. എന്താ കരുണ? അർഹിക്കുന്നത് തരുന്നില്ല എന്നുള്ളതാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ കരുണ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. നിത്യമായ നരകം നാം അർഹിച്ചവരായിരുന്നു, എന്നാൽ അത് തരുന്നില്ല എന്നുള്ളതാണ് കരുണ. എന്നാൽ രക്ഷിക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ കരുണ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിലിരിക്കുന്നവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവും അത് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവരാണ് അനുഗ്രഹീതർ. ഈ വലിയ കരുണ അർഹിക്കുന്ന നരകം നമുക്ക് നൽകാതെ ദൈവം നമ്മളോട് ഇത്ര വലിയ കരുണ കാണിച്ചെങ്കിൽ അനുദിന ജീവിതത്തിൽ ഈ കരുണ പാലിച്ച്, കരുണ കാണിച്ച് ജീവിക്കണം എന്നുള്ളത് തിരുവഴുത്തിൽ കർത്താവ് പറഞ്ഞ ഉപമകളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഈ തിരിച്ചറിവും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കുള്ള പദവികളും ഉത്തരവാദിത്തങ്ങളുമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിന്ന് ചില തിരിച്ചറിവ്, നമ്മുടെ പദവികളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ് എന്നുള്ള പാഠമാണ് നാം ചിന്തിച്ചത്. 10 കാര്യങ്ങളാണ് അതിനോടുള്ള ബന്ധത്തിൽ ഓർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. 1, അടുക്കൽ വന്നവരാണ്. അടുക്കൽ രക്ഷയ്ക്കായിട്ട് വന്നു, അതുകൊണ്ടത് അവസാനിക്കുന്നില്ല, തുടർമാനമായൊരു പ്രക്രിയയാണ്. നിരന്തരം അവൻ്റെ അടുക്കൽ വരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതാണ്. പ്രവേശനം ലഭിച്ചവരാണെന്ന് തിരിച്ചറിയണം. പ്രവേശനം ലഭിച്ചവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ ശുശ്രൂഷിക്കുവാനുള്ള പ്രവേശനം ലഭിച്ചവരാണ്. അതിൻ്റേതായ ക്വാളിറ്റി കർത്താവ് തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലവാരം പുലർത്തിക്കൊണ്ട് അത് ചെയ്യാനുള്ള ഒരു വാഞ്ച നമ്മിലുണ്ടാകേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, തിരിച്ചറിയേണ്ട മറ്റൊരു സത്യം, നാം സുരക്ഷിതരാണ്. ഈ ഉറപ്പുള്ള പാറ നമുക്ക് സകലത്തിനും മതിയായതാണ്. അതുകൊണ്ട് ഈ കുലുങ്ങുന്ന, ഇളകിമറിയുന്ന, കലങ്ങുന്ന ഈ പാരിൽ കലങ്ങാതെ നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ്. സ്നേഹിക്കേണ്ടവരാണ്, സ്നേഹമുള്ളവരാണ്, അതെ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വാഴുവാനുള്ളവരാണ്, വേർപെട്ടവരാണ്, സ്വന്തമായവരാണ്, ഘോഷിക്കുന്നവരാണ്, കരുണ ലഭിച്ചവരാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ള തിരിച്ചറിവുള്ള ഒരു ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ, അതിൻ്റെ അർത്ഥം നാം സത്യകൃപയിൽ നിലനിൽക്കുന്നവരാണ്. വരും ദിവസങ്ങളിൽ ഈ ശരിയായ തിരിച്ചറിവുള്ളവരായി സത്യകൃപയിൽ നിലനിൽക്കുവാൻ വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.